തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവം അത് ഇന്നലെ വലിയ വാർത്തയായതാണ്. അത് ഇന്ന് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായത് ഗുണ്ടാപിരിവ് ചോദിച്ചുകൊണ്ടുള്ള ഒരു അതിക്രമമല്ല, പകരം അതൊരു കൊട്ടേഷൻ ആയിരുന്നു എന്ന ഈ സ്പായുടെ ഉടമയായിട്ടുള്ള ഡോക്ടർ സഞ്ജയ് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇത് ഒരിക്കലും ഗുണ്ടാപിരിവ് ചോദിച്ചുകൊണ്ടുള്ള ഒരു അതിക്രമമല്ല തൻ്റെ സ്ഥാപനത്തിൽ നടന്നത്, മറിച്ച് അതൊരു കൊട്ടേഷനായിരുന്നു. തിരുവല്ലയിലെ തന്നെ പ്രമുഖമായ മറ്റൊരു സ്പായും അതിൻ്റെ ഉടമയുമാണ്, ആ സ്പായുടെ ഉടമയാണ് ഇത്തരത്തിൽ തനിക്കെതിരെ കൊട്ടേഷൻ നൽകിയത്, തൻ്റെ സ്ഥാപനത്തിനെതിരെ കൊട്ടേഷൻ നൽകിയത്. തൻ്റെ സ്ഥാപനം തകർക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും ഇന്നലെ ഈ സംഭവം പുറത്തു വന്ന സമയത്ത് പോലീസ് അടക്കം പറഞ്ഞത് ഇത് ഗുണ്ടാപിരിവ് ചോദിച്ചുകൊണ്ടുള്ളൊരു അതിക്രമമാണ്, ഗുണ്ടാപിരിവ് ചോദിച്ചിട്ട് നൽകാത്തതിൻ്റെ പേരിലാണ് ഈ സ്പായിലെത്തി കാപ്പ കേസ് പ്രതിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം അതിക്രമം നടത്തിയത് എന്നായിരുന്നു. എന്നാൽ ഈ സ്പായുടെ ഉടമ ഇത് നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോപണം ഒരിക്കലുമല്ല, പോലീസ് ഈ പറയുന്ന എതിർഭാഗത്ത് നിൽക്കുന്ന, തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന സ്പാ ഉടമയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഒരു വിവരം പുറത്തുവിട്ടത്. ഒരിക്കലും അത് അത്തരത്തിലൊരു ഗുണ്ടാപിരിവിൻ്റെ പേരിലുള്ള അക്രമമായിരുന്നില്ല, മറിച്ച് ഇത് കൊട്ടേഷൻ തന്നെയാണ് എന്ന് അദ്ദേഹം മുൻപ് പലപ്പോഴും ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളെയും ഈ പറയുന്ന സ്ഥാപനം കൊട്ടേഷൻ നൽകിക്കൊണ്ട് പല സ്ഥാപനങ്ങളും തകർക്കുകയും ഇവർ അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് തൻ്റെ സ്ഥാപനത്തിന് നേരെയും ഉണ്ടായിരിക്കുന്നത്. തൻ്റെ സ്ഥാപനം തകർക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ സ്പായുടെ ഉടമ ഡോക്ടർ സഞ്ജയ് പറയുന്നത്. എന്താണെങ്കിലും പോലീസിനെതിരെ ഈ സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ രീതിയിലൊരു ആരോപണം ഉയർന്നിരുന്നതാണ്. അതിനൊക്കെ കൂടുതൽ ബലം നൽകുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ സ്പാ ഉടമയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് കൊട്ടേഷനാണ് എന്ന് പലതവണ താൻ പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസ് അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല, തൻ്റെ മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നും ഈ സ്പായുടെ ഉടമ സഞ്ജയ് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുതിയ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സ്പാ ഉടമ പറയുന്നത്. ഒപ്പം അദ്ദേഹം ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന സ്പായുമായി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട്, അവിടുന്ന് മാസപ്പടി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ തിരുവല്ല പോലീസ് സ്റ്റേഷനിലുണ്ട്, അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലൊരു നിലപാട് ആദ്യഘട്ടത്തിൽ പോലീസ് എടുത്തത് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള നിരവധി ആരോപണങ്ങളാണ് ഈ സ്പായുടെ ഉടമ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ഇന്നലെ തന്നെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ട സമയത്ത് നമ്മളും ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതായത് തിരുവല്ലയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, അത് ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് പലതവണ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഒന്നും വ്യക്തമായ ഒരു മറുപടി നൽകാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഇന്നലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് ഏറ്റവും ഒടുവിൽ സമ്മതിക്കേണ്ട ഒരു അവസ്ഥ പോലീസിന് വരുന്നത്. ഇതൊക്കെ ഈ ഗുണ്ടകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാപ്പ കേസ് പ്രതിയായിട്ടുള്ള മരണ സുബിനെ ഉൾപ്പെടെയുള്ള ആ ഗുണ്ടാ സംഘത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിൽ നിലപാടെടുത്തത്, ഈ വാർത്ത പുറം ലോകത്ത് അറിയാതിരിക്കാൻ ശ്രമിച്ചത് എന്ന് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അതിജീവിത കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ബലാത്സംഗമാണ് നടന്നത്. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയതിന് ശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ അതിജീവിത പറയുന്നത്. ഇവിടെ പോലീസും ഗുണ്ടാസംഘവും തമ്മിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നൊരു ആരോപണം തുടക്കഘട്ടത്തിൽ മുതൽ ഉയർന്നിരുന്നതാണ്. അതിന് കൂടുതൽ ബലം നൽകുന്ന തരത്തിലുള്ള പുതിയ ആരോപണങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലീസ് കൂട്ടാക്കുന്നില്ല, തൻ്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് ഈ ഘട്ടത്തിൽ വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ സ്പായുടെ ഉടമ ഡോക്ടർ സഞ്ജയ് പറയുന്നത്. ഇത് ഗുണ്ടാപിരിവ് ചോദിച്ചുകൊണ്ടുള്ള ഒരു അക്രമമല്ല തൻ്റെ സ്ഥാപനത്തിൽ നടന്നത്, മറിച്ച് ഇത് കൊട്ടേഷനാണ് എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണെങ്കിലും പോലീസിനുള്ളിലും ആഭ്യന്തര അന്വേഷണം ഇതിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സ്പായുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സ്പായിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റുന്ന അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുമായി അവിശുദ്ധ ബന്ധമുള്ള പോലീസുകാർക്കെതിരെ അല്ലെങ്കിൽ അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് തിരുവല്ലയിൽ ഉണ്ടായത്. അതിൽ ഇന്നലെ നമ്മൾ കേട്ട ഒരു കഥയാണെങ്കിൽ ഇന്ന് അതിലും ഗുരുതരമായിട്ടുള്ള പോലീസിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ മറ്റു കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ പുതിയ ഒരു പരാതി കൂടി നൽകാനാണ് തൻ്റെ തീരുമാനമെന്ന് ഈ സ്പാ ഉടമ വ്യക്തമാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.